ഹലോ ഗൈസ്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും അല്ലേ? ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ താഴത്തില്ലടാ എന്ന് കണ്ട ആൾക്കാരെയൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ പുഷ്പ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾ കൃത്യമായിട്ട് പറയണേ എനിക്കറിയില്ല, പക്ഷെ ഞാനൊക്കെ കുറച്ച് യു പി സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു ഇദ്ദേഹത്തിന്റെ കഥാപാത്രമായിരുന്നു ഈ പറഞ്ഞ ആര്യ 2 എന്ന് പറഞ്ഞ സിനിമയില്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സീനിൽ ഒരു പാട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ 2 വരി പാടാം, പക്ഷെ അതിന്റെ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. കാര്യമുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. സംഗതി പാട്ട് ഇതാണ്, മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ഞാൻ പാടുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. മക്കൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിച്ചോ. അപ്പോൾ മിസ്റ്റർ പെർഫെക്റ്റ് അവിടെ പറയുന്ന കാര്യമുണ്ട്, മിസ്റ്റർ പെർഫെക്റ്റ്, മിസ്റ്റർ പെർഫെക്റ്റ്, ഹീസ് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങായിയാണ് ഏറ്റവും മിസ്റ്റർ പെർഫെക്റ്റ്. ലെവലേശം പോലും കാണുകയില്ലൊരു ഡിഫക്റ്റ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പലപ്പോഴും കേട്ടുള്ള ഒരു വാക്കല്ലേ ഡിഫക്റ്റ്? വാട്ട് ഡു യു മീൻ ബൈ ഡിഫക്റ്റ്? അല്ലെങ്കിൽ ഡി ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എന്താ? ഈ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ കേട്ടല്ലോ. എന്താ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കുറ്റങ്ങളും കുറവുകളും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ അല്ലേ? എന്തൊരു സ്വപ്നസുന്ദരമായ ലോകമാണല്ലേ, നടക്കാത്ത കാര്യം ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്, അഥവാ പെർഫെക്റ്റ് 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 എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പിനേഷനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലേ. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ എക്കോണമി ഒന്നും അല്ല പറഞ്ഞത്, അതൊക്കെ നമുക്ക് +1 കഴിഞ്ഞതാണ്. നമ്മുടെ ഈ പറഞ്ഞ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ആ 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ആളാണ് ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മൾ പൂർണ്ണകിട മത്സര കമ്പോളം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ തികഞ്ഞ മത്സരം എന്ന് പറയാറുണ്ട്. ഏത് പേരാണെങ്കിലും ഉറപ്പിച്ചോ, പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾക്ക് വേറെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഇയാൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ യാതൊരുവിധ ബന്ധമില്ലാത്ത ആളാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾ മനസ്സിലാക്കോ, ഇവിടെ ഒരുപാട് വാങ്ങുന്ന ആൾക്കാരും വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാധനം എന്താ? അത് എക്സാക്ട് പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കൈവശമുള്ള ഈ 2 പേന ഞാൻ കാണിച്ചു തരാം. ഈ 2 പേനയും രണ്ടും 2 മോഡൽ അല്ലേ. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ കമ്പനിയുടെയും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത കാര്യം, ആർക്ക് എപ്പോൾ വേണേലും മാർക്കറ്റിൽ വരാം, എപ്പോൾ വേണേലും പോവാം. അഥവാ നോ എൻട്രി ആൻഡ് നോ എക്സിറ്റ് ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്. എപ്പോൾ വരാനും വേണം, എപ്പോൾ വേണേലും പോവുകയും ചെയ്യാം അല്ലേ. ഇനി ലാസ്റ്റ് വൺ, ഇവർക്ക് മാർക്കറ്റ് ഷെയറിനെ കുറിച്ചൊന്നും ഇവിടെ കാര്യമായിട്ട് പറയുന്നില്ല. ഇതൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ഈ പറഞ്ഞ 3 നോക്കുക. അതായത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഒരേപോലുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മളിതിന് മറ്റൊരു പേര് പറയും ഹോമോജിനസ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഈ ഹോമോജീനിയസിനെ മലയാളത്തിൽ നമ്മൾ പറയും ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അപ്പോൾ ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന, സമാനമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന, ഒരുപാട് വാങ്ങുന്നവരും വിൽക്കുന്നവരൊക്കെ ഉള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. അതിൽ യാതൊരുവിധ പ്രവേശന അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാനുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ആദ്യം നിങ്ങൾ പഠിക്കുക. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ 2 മാർക്കിന് പരീക്ഷയ്ക്കുണ്ടാവുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും, എന്താണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനല്ലേ, കൃത്യമായിട്ട് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താ? എ മാർക്കറ്റ് സ്ട്രക്ചർ വേർ ദ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെ എണ്ണം ഒരുപാടുണ്ടായിരിക്കും. അവരെന്താ വിൽക്കുന്നത്? ഹോമോജിനസ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ അല്ലേ. എന്തായിരിക്കും എല്ലാവരുടെയും പ്രൈസ്? അതെല്ലാം യൂണിഫോം പ്രൈസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടയിലും ഒരേ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. അതായത് ഏകീകൃത വിലക്ക് ഏകീകൃത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ? വെറുതെ പഠിച്ചിട്ട് കാര്യമല്ലോ, ഇല്ല. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ചോദ്യം വരുന്നൊരു ഭാഗമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇത്തവണയും എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെച്ചോ. ഒരു 4 ഒന്നല്ല, അതിൽ കൂടുതലുണ്ട്. ഞാനിവിടെ ജസ്റ്റ് 4 സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ജസ്റ്റ് ഒരു സമ്മറി പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇത് നമ്മൾ പഠിച്ചല്ലേ, അതേ ഡെഫിനിഷനിലുണ്ട്, അത് തന്നെയാണ് ഈ സംഗതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഹോമോജിനസ് പ്രൊഡക്റ്റ്. ഇത് നമ്മൾ പഠിച്ചല്ലേ, ഇത് നമ്മൾ പഠിച്ചു തന്നെയാണ്, ഇതും ഡെഫിനിഷനിലാണ്. അതുപോലെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ഇത് നമ്മൾ പഠിച്ചല്ലേ, ഇത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇനി അവസാനം പറഞ്ഞത് പെർഫെക്റ്റ് നോളജ്, അതായത് ഈ വാങ്ങാൻ വന്ന ആൾക്കാരും അതേപോലെ വിൽക്കാൻ കൊണ്ടുവന്ന ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചേർന്നാൽ എന്തായി, പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 4 ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത്, 4 അല്ല 8 കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു 4 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അതേപോലെ മറ്റൊരു ടേം അവിടെ വരുന്നുണ്ട്, പ്രൈസ് ടേക്കർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മളിതിനെ മലയാളത്തിൽ പറയും വില സ്വീകർത്താവ് എന്ന് പറയും. അതായത് മാർക്കറ്റിൽ സാധാരണ എല്ലാ സാധനത്തിൻ്റെ വില തീരുമാനിക്കുക വിൽക്കുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ എത്രയാണ് തീരുമാനിച്ചത്, ആ വിലക്ക് വിൽക്കേണ്ടി വരും, ആ വിലക്ക് വാങ്ങേണ്ടി വരും. അല്ലാതെ ഈ പറഞ്ഞ വാങ്ങുന്നവർക്കോ വിൽക്കുന്നവർക്കോ യാതൊരുവിധ റോളും ഇവിടെ മാർക്കറ്റിൽ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്
അഥവാ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക്സിന് വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല നമ്മുടെ എഡ്യൂപോർട്ടിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടും നിങ്ങളിപ്പോൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ സ്റ്റഡി ഗ്രൂപ്പാണ് ഇതിലുള്ളത് കേട്ടോ. +2ൻ്റെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞുതരാം, ഡെയിലി സ്റ്റഡി പ്ലാൻ. അതായത് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ മൂഡ് ഒരുപോലെ ആവില്ല അല്ലേ. അതായത് ചില ദിവസം ഭയങ്കര നല്ല മൂഡായിരിക്കും, ചില ദിവസം ഭയങ്കര ശോകമായിരിക്കും. ഇതേപോലെയാണ് പരീക്ഷയുടെ സമയത്ത് പഠിക്കാനുള്ള കാരണം. പരീക്ഷയുടെ സമയത്ത് നമുക്ക് ചിലപ്പം നല്ല മൂഡായിരിക്കും പഠിക്കാൻ, ചില ദിവസം നമുക്ക് ഭയങ്കര വെറുപ്പ് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നാലും കൃത്യമായിട്ട് ഓരോ ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എത്ര നേരം പഠിക്കണം, എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വേണം വേണ്ടേ. അപ്പോൾ ഡെയിലി നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ എവിടെ നിന്ന് കിട്ടും, ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം നോട്ടുകളുടെ കാര്യമാണ്. ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ തരും വെറുതെ കുറേ ചവറായിട്ട് എല്ലാ കാര്യങ്ങളും മുഴുവൻ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് തരുന്നതല്ല നോട്ട് എന്ന് പറഞ്ഞാൽ, പഠിക്കാനുള്ളത് മാത്രം തരുന്നതാണ് നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത്. ആ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും, ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മൈക്രോബിറ്റ്. ഭൂരിഭാഗം പേരുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി അടിക്കാൻ വേണ്ടി എജുപോട്ട് സ്വന്തമായിട്ട് കൊടുക്കുന്ന PDF ആണ് ഈ സംഗതി എന്ന് പറയുന്നത്. ഒരിക്കലല്ല, 101% ഞാൻ ഉറപ്പുതരാം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. 100 എഴുതിയെങ്കിൽ 101% ഞാൻ ഉറപ്പുതരാം അത് തെറ്റാണ്. അതായത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ചാപ്റ്ററുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു കുട്ടിക്ക് പരീക്ഷയുടെ അന്ന് രാവിലെ വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്നെല്ലാം റീകളക്ട് ചെയ്യാൻ വേണ്ടിയില്ല ഒരു സിമ്പിൾ നോട്ട് മാത്രമാണ് എന്ത് ഈ പറഞ്ഞ മൈക്രോബിറ്റ്. അത് പരീക്ഷയ്ക്ക് കോപ്പി എടുത്ത് കൊണ്ടുപോകാനുള്ളതല്ല, പരീക്ഷയ്ക്ക് ജസ്റ്റ് റിവിഷൻ ചെയ്ത് പോകാനുള്ള കണ്ടൻസ് മാത്രമാണ്. ലാസ്റ്റ് വൺ ലൈവിൻ്റെ ലിങ്കാണ് അല്ലേ. അതെന്തിനാ സാറേ ലൈവിൻ്റെ ലിങ്കൊക്കെ ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണേ, യൂട്യൂബ് തുറന്നാൽ കിട്ടല്ലേ എന്നൊരു മൈൻഡാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് തുറന്നാൽ എല്ലാ ലിങ്കും നിങ്ങളുടെ മുമ്പിലേക്ക് യൂട്യൂബ് എന്നാ മോളൂസേ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തെയില്ല കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ 4 കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. അതിനാകെ ഒരൊറ്റ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുള്ളൂ. അത് നമ്മുടെ എജുപോർട്ടിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ +2 സ്റ്റഡി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കണ്ടൻസ് പോലും അത് തന്നെയാണ് അല്ലേ. അപ്പോൾ അത്രയും കാര്യം നിങ്ങൾക്ക് കിട്ടണമെന്ന് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾ വിചാരിക്കണം ഇതിന് പേയ്മെൻറ്റ് കൊടുക്കണം. നോ, ഒരിക്കലുമില്ല. ആബ്സല്യൂട്ട്ലി ഇതെന്താണ്, ഫ്രീ ആണ്. ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇനി ഞാനിതിൽ ഫ്രീ എന്ന് എഴുതിയ കഥ മാത്രമേ ഉള്ളൂ. ഫ്രീ ആണ് മക്കളെ, സൗജന്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് കണ്ടന്റും കാര്യങ്ങളൊക്കെ കിട്ടും. ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ മക്കൾ നോക്കാം, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. നമ്മൾ പറയുന്ന പെർഫെക്റ്റ് ഓംനിഷ്യൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റവന്യൂ കർവും പെർഫെക്റ്റ് ഓംനിഷ്യലാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ വരുമാന വക്രങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ആകെ വരുമാനം അഥവാ TR കേട്ടിട്ടുണ്ടാവും, AR കേട്ടിട്ടുണ്ടാവും, ആൻഡ് MR കേട്ടിട്ടുണ്ടാവും അല്ലേ. മാർജിൻ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, മൊത്ത വരുമാനം, ശരാശരി വരുമാനം, അതുപോലെ സീമാന്ത വരുമാനം എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് പഠിക്കാം. ഇവിടെ ഞാൻ വരക്കാം. ഈ പറഞ്ഞ വരക്കുന്നതിൽ നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ AR കർവ്, അത് തന്നെയാണ് നമ്മുടെ MR കർവ് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഇതിനൊക്കെ ക്രോസ് ചെയ്തു പോകുന്ന ഈ ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, TR കർവ് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യം വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, ഓരോന്നും എന്താണെന്ന് പഠിച്ചിരിക്കണം. അത് മാത്രമല്ല ഇവിടെ ഒരു ബന്ധം കൂടി പഠിക്കാനുണ്ട്. ഈ പറയുന്ന പ്രൈസ് എപ്പോഴും എന്തായിരിക്കും, ആവറേജ് റവന്യൂനും മാർജിൻ റവന്യൂവും തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരക്കുമ്പം പ്രൈസ് ഇസിക്കൽ ടു ആവറേജ് റവന്യൂ ഇസിക്കൽ ടു മാർജിൻ റവന്യൂ എന്നാണ് പഠിക്കാറുള്ളത്. അത് നിർബന്ധമായിട്ടും എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ഇരിക്കുന്ന ചോദ്യമാണ്. റവന്യൂ കർവുകൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പെർഫെക്റ്റ് ഓംനിഷ്യലിലെ ഡിമാൻഡ് കർവ് ഏതാണ്. മക്കളെ സിമ്പിളാണ്, നമ്മൾ നേരത്തെ വരച്ചതാ ഈ ഒരു കർവ് ഞാൻ വരച്ചില്ലേ. ഇവിടെ ഞാൻ പ്രൈസ് എന്ന് കൊടുത്തു, AR എന്ന് കൊടുത്തു, ആൻഡ് MR എന്ന് കൊടുത്തല്ലോ. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതും ഇയാൾ തന്നെയാണ്. അപ്പോൾ ഡിമാൻഡ് കർവും ഇയാൾ തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിച്ചേക്കുക. അപ്പോൾ P = AR = MR = ഡിമാൻഡ് എന്ന കാര്യങ്ങൾ മറക്കാതെ പഠിച്ചേക്കണം. പിന്നെ അതിൻ്റെ ഷേപ്പുകൾ നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടലും അപ്വേർഡ് സ്ലോപ്പിംഗ് ആണെന്ന കാര്യം ഓർത്തുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലേ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ പെർഫെക്റ്റ് ഓംനിഷ്യലിലെ essay ക്വസ്റ്റ്യനാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. ഒന്നും വേണ്ട മക്കളെ, ഈ പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾ വെട്ടിക്കോ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തരാമോ, ഒരു ഉൽപ്പാദക യൂണിറ്റ് അവരുടെ പരമാവധി ലാഭം നേടുന്ന അളവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെന്ത് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പാദന യൂണിറ്റ് പരമാവധി ലാഭം നേടുക എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, അവർക്ക് പരമാവധി ലാഭമാണ് വേണ്ടത്, അഥവാ മാക്സിമം പ്രോഫിറ്റ് ആണ് വേണ്ടത് അല്ലേ. അതിന് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരാളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്, മൊത്തം ചിലവുണ്ട്, കോസ്റ്റ് ഉണ്ട് അല്ലേ, എന്തിന് മൊത്തം വരുമാനമുണ്ട്. അപ്പം നമ്മുടെ മൊത്തം കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ മൊത്തം ചിലവാകുന്ന പൈസ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് അഥവാ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള വഴികളാണ് ഈ പറയുന്ന ഭാഗത്ത് പറയുന്നത്. അപ്പം മെയിനായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ നമ്പർ 1 എന്താണ്, വേറെ ഒന്നുമല്ല, കളർ മാറ്റിയേക്കാം അല്ലേ.
യെസ്, ഒന്നാമത്തെ കണ്ടീഷനാണ് പ്രൈസും എം സിയും തുല്യമാണ്, അഥവാ എം ആറും എം സിയും തുല്യമാണെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സി എം ആറിനേക്കാൾ വലുതായിരിക്കണം. എപ്പോൾ? ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം. അതായത് ഞാനിവിടെ ചിത്രം വരച്ചുതരാം. സംഗതി വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എക്സും വൈയും വരയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എ ആർ എം ആർ കർവ് ഞാൻ വരച്ചു വെച്ചു. ഇനി അടുത്ത് ഞാനിവിടെ ഒരു എം സി കർവിനെ കടത്തി വിട്ടു. ഓക്കെ ആണല്ലോ? ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ എം സി കർവ്, ഇതാണ് നമ്മുടെ എ ആർ കർവ്, പ്രൈസ് കർവ് ആൻഡ് എം ആർ കർവ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? ഇവിടെ നിങ്ങളൊരു പോയിന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറഞ്ഞ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ഇ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകതയാണ് താഴത്തേക്ക് വരച്ചാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം ആണെന്ന് മാർക്ക് ചെയ്യാം. കാരണം ഇവിടെ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു എം സിയും എം ആറും തുല്യമാവണം, അതിവിടെ പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു എം സി എം ആറിനേക്കാൾ വലുതായിരിക്കണം അല്ലേ? അത് എവിടുന്നാണ്? ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം. നിങ്ങളിവിടെ നോക്കിയേ, ഈ പറഞ്ഞ പോയിന്റിന് ശേഷം അതിനുശേഷം എം സി മുകളിലേക്ക് പോവാണ്, അഥവാ എം സി കൂടുക തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്താ നോക്കണ്ടേ? നോക്കാം, പറഞ്ഞുതരാം, നോക്കട്ടോ. മൂന്നാമത്തെ കണ്ടീഷനാണ് പ്രൈസ് ഒന്നുകിൽ എന്താണ്? തുല്യമാവണം. ആർക്ക്? അല്ലെങ്കിൽ കൂടുതലായിരിക്കണം. ആരേക്കാൾ? എ ബി സിയേക്കാൾ. ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലാവുന്ന ഒരു അവസ്ഥയാണ് വേണ്ടത്. ഇതാണ് ഷോർട്ട് റണ്ണിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു കർവ് കൂടി വരയ്ക്കാൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും സിമ്പിളായിട്ട്. അത് ഈ പറയാൻ പോകുന്ന നമ്മുടെ എ ബി സി കർവാണ്. ഓക്കെ, അപ്പോൾ എ ബി സി കർവിനെ ഗ്രേറ്റർ ദാൻ ആയിട്ട് നമ്മൾ എപ്പോഴും വരക്കാറില്ലേ? അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇക്കാര്യം പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനായി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് സമ്മറി മാത്രമേ പറയുന്നുള്ളൂ, സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലാഭം പരമാവധി ആക്കുന്ന 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. 3 കണ്ടീഷൻസ് വൃത്തിയായിട്ട് നിങ്ങൾ നേരം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സപ്ലൈ കർവാണ്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സപ്ലൈ കർവാണ് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇതിന് ശേഷം നമുക്ക് വരാവുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോർമൽ പ്രോഫിറ്റ് അഥവാ സാധാരണ ലാഭം അല്ലേ? സാധാരണ ലാഭം നമുക്കറിയാം ലോങ് റണ്ണിൽ മാത്രം അഥവാ ദീർഘകാല ഉൽപ്പാദനത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് നമുക്കറിയാം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. മൂന്നാമത്തെ നമുക്കറിയാം ലോസ് ആണ്. നാലാമത്തെ നമുക്കറിയാം ഷട്ട് ഡൗൺ പോയിന്റ് ആണ് അല്ലേ? ഷട്ട് ഡൗൺ പോയിന്റ് ആണ് ഈ പറഞ്ഞ നാലാമത്തത്. ഇതിനൊക്കെ പുറമേട്ട് അഞ്ചാമത്തെ ഒരാളെയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്ന അഞ്ചാമത്തെ കാര്യം. അപ്പോൾ നോക്കിയേ, ഈ 5 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വൃത്തിയായിട്ട് നിങ്ങൾ അത് നോക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്തത് സപ്ലൈ കർവ് ഓഫ് ദ ഫേം, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഈ പറഞ്ഞ പ്രധാന വക്രം. സപ്ലൈയുടെ മലയാളമാണ്, വിതരണം എന്നല്ല, പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിശ്ചിതമായ ഒരു വില കിട്ടിയാൽ മാത്രമേ ഏതൊരാളും സാധനങ്ങൾ വിൽക്കാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ നിശ്ചിതമായ ഒരു വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്താ പറയുക? ഈ പറഞ്ഞ സേവനത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്താ പറയുക? സപ്ലൈ എന്ന് പറയാറില്ല. മലയാളത്തിലൂടെ കൊടുത്തിട്ടുണ്ട്, വ്യത്യസ്ത വിലകളിൽ ഒരു സ്ഥാപനം വിൽക്കാൻ തയ്യാറുള്ള അളവ് കാണിക്കുന്നതിൻ്റെ വക്രത്തിനാണ് എന്താ പറയുക? സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈ കർവ് 2 രീതിയിലുണ്ട്. ഒന്ന് ഷോർട്ട് റണ്ണിലും ഉണ്ട്, അതുപോലെ ലോങ് റണ്ണിലും ഉണ്ട്. ഈ ഷോർട്ട് റൺ നമ്മൾ പറയുന്നത് മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉയർന്നു വരുന്ന ഭാഗം. അതായത് നമ്മൾ നേരത്തെ ഒരു ഇക്വിലിബ്രിയം വരച്ച് ഓർമ്മയുണ്ട് നിങ്ങൾക്കൂടെ. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വിലിബ്രിയത്തിലെ എം സി കർവിൻ്റെ ഉയർന്നു വരുന്ന ഭാഗം എന്ന് പറഞ്ഞതാ ഇവിടെ ഞാൻ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ കർവായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അതേപോലെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സപ്ലൈ കർവ് എന്തായിരിക്കും? ഈ ഒരു ഭാഗമായിരിക്കും സപ്ലൈ കർവ്. ഓക്കെ, ഇത് രണ്ടുമാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ലോങ് റണ്ണിൽ വരുന്നത്. അതും എന്ത് തന്നെയാണ്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റൈസിങ് പാർട്ട് ഓഫ് ദി മാർജിനൽ കോസ്റ്റ്. എന്താ പറഞ്ഞത്? ഈ സംഭവം തന്നെ, ഇത് തന്നെ സംഭവം. ഇനി ആൻഡ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ എബവ് എന്ന് പറയുന്ന കേസ്. നിങ്ങൾ നോക്കുക, ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണുള്ളൂ. സപ്ലൈ കർവ് വളരെ റെയർ ആയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ അറിഞ്ഞു വെക്കുക എന്നുള്ളവരാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു സപ്ലൈ കർവിനെ തീരുമാനിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ആൾക്കാരാണ്. ഒന്ന് ടെക്നോളജി, 2 ഇൻപുട്ട് പ്രൈസ്, 3 യൂണിറ്റ് ടാക്സ്. സിമ്പിളായിട്ട് പറയണേ മക്കളെ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് സാങ്കേതിക വളർച്ച ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉൽപ്പാദനം കൂടും, അഥവാ പ്രധാനം കൂടും അല്ലേ? സപ്ലൈ കൂടണമെങ്കിൽ ആര് കൂടണം? ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അപ്പം സപ്ലൈയുമായിട്ട് പോസിറ്റീവ് ബന്ധമുള്ള ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. ബാക്കിയുള്ള 2 പേരും നെഗറ്റീവുകളാണ്. എന്ന് വെച്ചാൽ എന്താണ്? 2 പേരും സപ്ലൈ കുറക്കുന്ന ആൾക്കാരാണ്. അതായത് ഇൻപുട്ട് പ്രൈസ്, ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക് ഓരോന്നിൻ്റെയും ചിലവ് വർദ്ധിക്കുകയാണ്, എന്ത് ചെയ്യും? സപ്ലൈ കുറയും. ഇനി നേരെ മറിച്ച് ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ ചിലവ്, ഓരോന്നും ഉണ്ടാക്കാനുള്ള ചിലവ് എന്താണ്? കുറയുകയാണ്, സപ്ലൈ കൂടുകയും ചെയ്യും. അതാണ് പറയുന്നത്. ഇനി അടുത്ത യൂണിറ്റ് ടാക്സ്. ഓരോ വസ്തുവിനും വാങ്ങുന്ന ടാക്സ്, ഓരോ യൂണിറ്റിനും വാങ്ങുന്ന ടാക്സ് കൂടുകയാണെങ്കിൽ സപ്ലൈ കുറയും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ വൃത്തിയായിട്ട് നോക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇത് പഠിച്ചോളാം. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരാവുന്ന ഒരു ചോദ്യത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ ഭാഗം.
ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വിതരണത്തിലെ നിർണായക ഘടകങ്ങളെ കുറിച്ചാണ്. അതായത് സപ്ലൈയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വിതരണത്തെ സ്വാധീനിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ജിയോമെട്രിക് മെത്തേഡാണ്, അഥവാ നിങ്ങൾ ഈ ചിത്രം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതായത് സപ്ലൈ ഇങ്ങനെ കടന്നു പോകുന്നു, അതുപോലെ സപ്ലൈ കർവ് ഇങ്ങനെ കടന്നു പോകുന്നു, സപ്ലൈ കർവ് ഇങ്ങനെ കടന്നു പോകുന്നു അല്ലേ. ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ സപ്ലൈ 3 കേസാണുള്ളത്. ഒന്ന് ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒറിജിനിലൂടെ പോകുന്നത് ഇലാസ്റ്റിക് ആയിട്ടുള്ള സപ്ലൈ, ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സപ്ലൈ. പിന്നെ സപ്ലൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ഡെൽറ്റ ക്യു എസ് ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P/QS എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു വഴി ഞാൻ തുറന്നു വെക്കുന്നു. വേറെ ഒന്നുമല്ല, എജുപോഡിൻ്റെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എജുപോഡ് തയ്യാറാണ്. അബ്സല്യൂട്ട്ലി ഞാൻ പറഞ്ഞു, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അല്ല ഒരു രൂപ പോലും നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടതില്ല. വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ പുതിയൊരു ചാപ്റ്ററിനെ പുതിയൊരു റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു സമ്മറായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തൊട്ട് താഴെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുമെന്ന് വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.